ദേവി എന്ന കുട്ടി ഡിസ്ചാർജ് അവ എന്നെ വിളിച്ച് അതിപ്രകാരം 4 മണിക്ക് എന്നെ വിളിച്ചു. ഭർത്താവിനും കോവിഡ്, കുട്ടിക്കും കോവിഡ്, എനിക്കും കോവിഡ്, ഒന്നും എന്നെ കൊണ്ടുപോകാൻ അത് കരഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിക്കാൻ രംഗം. ഈ പ്രസവത്തിന് തയ്യാറായിട്ടുള്ള സ്ത്രീകൾക്ക് കേവലം ഒരു 5 ദിവസം മാറിക്കഴിഞ്ഞാൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത മെഡിക്കൽ കണ്ടീഷൻസ് വരിക. അപ്പം 36 ആഴ്ച അല്ലെങ്കിൽ 33 ആഴ്ചയാണ് ചില എയർലൈനുകൾ. എയർ ഇന്ത്യ മാത്രമാണ് 36 ആഴ്ചയെ കൊണ്ടുപോകുന്നുള്ളൂ. KMCC ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ പുറം ലോകം വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട സമയമാണ് കോവിഡ് സമയത്ത്. കേരളത്തിൻ്റെ ആകാശവും അതിരുകളൊക്കെ പിണറായി ഗവൺമെൻറ് അടച്ചുപൂട്ടിയപ്പോൾ പ്രവാസി മലയാളികൾക്ക് താങ്ങും തണലുമായി ഉണ്ടായ ഒരു പ്രസ്ഥാനം KMCC ആണ്. കേരള ഗവൺമെൻറ്റിന് വിവിധ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളും സംരംഭകരൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ട് പോലും അവരൊക്കെ സർക്കാർ ഒരുക്കിയതിനേക്കാളും കൂടുതൽ കോവിഡ് ക്വാറന്റൈൻ സൗകര്യം 35,000 ആളാണ് തോന്നുന്നുണ്ടല്ലേ? 13,000 ആളുകൾക്കുള്ള ക്വാറന്റൈൻ ഒരൊറ്റ സ്ഥലത്ത്. അത് വലിയൊരു ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇന്ന് എല്ലാം. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തുടങ്ങാം. അപ്പം കോവിഡ് കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഒരു ശ്രീദേവി എന്ന കുട്ടി ഡിസ്ചാർജ് അവ എന്നെ വിളിച്ച് അതിപ്രകാരം 4 മണിക്ക് എന്നെ വിളിച്ചു. ഭർത്താവിനും കോവിഡ്, കുട്ടിക്കും കോവിഡ്, എനിക്കും കോവിഡ്, ഒന്നും എന്നെ കൊണ്ടുപോകാൻ അത് കരഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിക്കാൻ രംഗം. ഞാൻ 4 മണി സമയത്താണ്. ഞാൻ ചോദിച്ചു ആരും കിട്ടില്ല. ഞാൻ ഷാജിയിലെ എല്ലാവരെയും വിളിച്ചു. ഈ കാര്യം കിട്ടിയില്ല. അവസാനം കിട്ടിയത് അബ്ദുള്ള ഒരാളുടെ, അയാളെ കിട്ടിയത് 3:45-4 മണി സമയമാണ്. അപ്പോൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞാൽ ഇരിക്കണം, അവരെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ശ്വാസം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പാവം അവിടെ പോയിട്ട് അവരെ ആ കുട്ടിയെ അവിടെ എടുത്ത് കോവിഡ് പിടിച്ച കുട്ടിയെ എന്നിട്ട് അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇതാണ് KMCC. ആ കുട്ടികൾ ഇപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ആ ശ്രീദേവി നമ്മുടെ ഇതിൽ ഗൾഫ് ന്യൂസിൽ ആ കുട്ടി നേരിട്ട് കൊടുത്തു ഒരു അഭിമുഖം അതിനെക്കുറിച്ച്. അപ്പം ഇത് ഒരു ശ്രീദേവിക്കല്ല, ഒരുപാട് ആളുകൾക്ക്. ഇപ്പോൾ ബൈത്തുറഹ്മ ആണെങ്കിലും മഹാത്ഭുതമാണ്. അത് ആയിരക്കണക്കിന് വീടുകളായി. ഇപ്പോൾ ശാബ്ദങ്ങളെ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന 1000-ന്റെ മേലെ വീടുകളായി. 3000 പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ ബൈത്തുറഹ്മ ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എണ്ണാൻ കഴിയും, ഓരോ വാർഡിലും 2, 3, 4 ബൈത്തുറഹ്മ ഉണ്ടാക്കാൻ പറ്റി. അത് വല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. കോവിഡ് കാലത്ത് 175 ചാർട്ടർ ഫ്ലൈറ്റുകളാണ് KMCC അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അതിൽ 38,000 ആളുകളെ ഞങ്ങൾ നാട്ടിൽ എത്തിച്ചു. ഇത് അന്ന് മരണ വ്യാപാരികളായിരുന്നു കോവിഡ് രോഗികൾ എന്നൊക്കെ ഇനി നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞില്ലേ. പലരും ഞങ്ങളോട് പറഞ്ഞു ഇറ്റങ്ങളുടെ മലക്കുകളാണ് ഈ KMCCക്കാർ. ഇറ്റൊക്കെ എന്താ കോവിഡ് പിടിക്കൂലേ? എന്നോട് അൽമദീനെ പറഞ്ഞു, റഹ്മാൻക നിങ്ങൾ ഈ മാസ്ക് ഇല്ലാതെ ഇങ്ങോട്ട് വരല്ലേ. പക്ഷെ മാസ്ക് ഇട്ടുകാണ്ട്, അതായത് 50 ആദ്യം മുതൽ അവസാനം വരെ ഫ്ലൈറ്റിൻ്റെ സമയത്ത് ഓടി നടക്കുകയാണ്. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിവായ സ്ഥാനമൊന്നുമില്ല, എങ്കിലും സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാനൊക്കെ നാട്ടിലാണ്, എപ്പോഴും പേര് കേൾക്കുന്ന ഒരാൾ അൻവർ സാഹിബിൻ്റെ ആണ് എപ്പോഴും അതിൻ്റെ പിന്നിൽ. അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത് ഇതിൽ ഞങ്ങൾ ആദ്യത്തിൽ പ്രേരിപ്പിച്ചത് സത്യത്തിൽ അംബാസഡറാണ്. അതാണ് സത്യം. അംബാസഡർ ആയിരുന്നു, ഇന്ത്യൻ അംബാസഡറാണ്. ഞങ്ങളോട് ഇങ്ങനെ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം തന്നത് അന്നത്തെ CG, ഇപ്പോൾ അദ്ദേഹം ഖത്തർ അംബാസഡറാണ്, വിപുൽ. അദ്ദേഹമാണ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെടാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചത് അദ്ദേഹമാണ്. അപ്പം വിദേശകാര്യമന്ത്രിയുടെ അനുവാദം വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ പിന്നെ പ്രൈം മിനിസ്റ്റർ അനുവാദം വാങ്ങിക്കാൻ വേണ്ടി, അതുപോലെ പിന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടി കേരളത്തിൻ്റെ അനുവാദം, CMൻ്റെ അനുവാദം വാങ്ങിക്കാൻ വേണ്ടി, ഇതൊക്കെ നമ്മൾ കത്തിടപാടുകൾ നടത്തുകയും കാര്യങ്ങൾ ചെയ്തത്. ഓരോ കത്തയക്കുമ്പോഴും അതിൻ്റെ കോപ്പി CG ആവശ്യപ്പെടും. അദ്ദേഹം ആദ്യത്തെ കത്തയക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ കത്തയക്കുന്ന അയച്ചത്. അതിന് ശേഷം
പ്രൈം മിനിസ്റ്റർക്ക് അയച്ചാൽ മതി, കാണണമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം വെരിഫൈ ചെയ്ത ശേഷമാണ് ഞങ്ങൾ പ്രൈം മിനിസ്റ്റർക്ക് ഓഫീസിലേക്ക് കത്തയച്ചത്. ഒരു പ്രൈം മിനിസ്റ്റർ സെക്രട്ടറിയുമായിട്ടുള്ള മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അൻവറൊക്കെ പങ്കെടുത്ത അദ്ദേഹം അന്ന് സെക്രട്ടറിയുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആനന്ദ് ബോസ് ഇന്നത്തെ കൽക്കട്ട ഗവർണർ. ഇപ്പോൾ കോവിഡ് സമയത്ത് നൈഫിലാണ് ഇത് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. നൈഫിൽ 14 പേരെ ഒരു ആംബുലൻസിൽ 3-4 ആംബുലൻസുകളിൽ ഒരു റൂമിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്പോട്ടിലുണ്ട്. തിരിച്ച് അവരെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം റൂമിൽ എല്ലാവരും പേടിച്ച് നിൽക്കുക. ഒരുപാട് ആൾ ഒന്നിച്ച് താമസിക്കുന്ന റൂമുകളാണല്ലോ. അതെ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നിരന്തരമായിട്ടുള്ള ആളുകൾ റൂമിൽ നിന്ന് പോകുന്നു, ആശുപത്രി ഫില്ലാവുന്നു. തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഇവർ ബാൽക്കണിയിലും മറ്റേതൊക്കെ ആയി വരുമ്പോഴാണ് സത്യത്തിൽ നമുക്കൊരു 100-500 പേരെ കൊള്ളുന്നൊരു ഹോട്ടൽ എടുക്കണം എന്നുള്ള ഒരു ആശയം ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ആശയമാണ് യഥാർത്ഥത്തിൽ 13,000 ആളുകളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ വർസാനിൽ ഇന്ന് അൽ ഹിന്ദ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു വലിയ സമുച്ചയം ഉണ്ടാക്കുന്നത്. ശരി. ഒരു ബെഡ് സ്പേസിൽ 500 ദിർഹമിൻ്റെ മേലെ ചിലവ് വരുന്ന സ്ഥലത്താണ് 13,000 ആളുകൾക്ക് എല്ലാ സൗകര്യവും ചികിത്സയെല്ലാം വരുന്നത് അല്ലേ? അപ്പോൾ അപ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. ചികിത്സ ദുബായ് ഗവൺമെൻറ് ഏറ്റെടുത്തു, ഭക്ഷണം അവർ ഏറ്റെടുത്തു, അതിൻ്റെ വളണ്ടറി സർവീസ്, ഈ റൂമുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് KMCC ചെയ്യണം. ഈ 13,000 റൂമിലും ഒരു ബെഡുകൾ, ബാത്റൂം ഫെസിലിറ്റികൾ, എല്ലാ സജ്ജീകരണങ്ങളും സാമഗ്രികളും KMCC സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വോളണ്ടിയറിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ ഫർണിഷിങ്, ഇതെല്ലാം KMCC ചെയ്തു. മില്യൻസാണ് KMCC അതിനു വേണ്ടി ചിലവാക്കിയത്. ഒരുപാട് ബിസിനസ്സുകാർ KMCCക്ക് അന്ന് നിർലോഭം സഹായിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് കോവിഡ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാന സർവീസ് ഇടക്കാലത്ത് തുടങ്ങി. അതിൽ വളരെ കുറഞ്ഞ പേർക്ക്, പ്രത്യേകിച്ച് യാത്രാ സൗകര്യം ഉണ്ടായില്ല. ഈ പ്രസവത്തിന് തയ്യാറായിട്ടുള്ള സ്ത്രീകൾക്ക് കേവലം ഒരു 5 ദിവസം മാറിക്കഴിഞ്ഞാൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത മെഡിക്കൽ കണ്ടീഷൻസ് വരിക. അപ്പം 36 ആഴ്ച അല്ലെങ്കിൽ 33 ആഴ്ചയാണ് ചില എയർലൈനുകൾ. എയർ ഇന്ത്യ മാത്രമാണ് 36 ആഴ്ചയെ കൊണ്ടുപോകുന്നുള്ളൂ ഗർഭിണികളെ. അപ്പം 36 കഴിഞ്ഞ് ഒരു ദിവസം ആയി കഴിഞ്ഞാൽ പോലും ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തരില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനും പറ്റില്ല. സാധാരണ ഫ്ലൈറ്റിലും അങ്ങനെ തന്നെ. അതെ. അത് കോവിഡ് സമയത്താകുമ്പോൾ ഈ നമുക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടോ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ മാത്രം ഡിലേ ആവുന്നതാണ്. സാധാരണ സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് എപ്പോഴും പോകാം. ഇത് അവൈലബിൾ ഫ്ലൈറ്റിൽ ഒരു 150 സീറ്റ് ഉണ്ടെങ്കിൽ അത് 20% വെച്ചിട്ട് എല്ലാ കാറ്റഗറിക്കും കൊടുത്തു. അതിനെ ആദ്യം ഇടപെട്ടിട്ട് ഞങ്ങൾ മാറ്റുകയാണ്. അത് ഫ്ലൈറ്റിൽ ഗർഭിണികളെ 50-70% ഗർഭിണികളെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റുകളാണ് പിന്നീട് വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ, ഒരു 3-4 വയസ്സുള്ള കുട്ടികൾ പോലും KMCCയോട് കടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. വിമാനത്തിലും വഴിയിലും പ്രസവിക്കാതെ അവരെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ആരും കാണാത്തൊരു സാധനം കൂടിയാണ്. ആ വശത്ത് ഞാനിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അല്ല, ഇവിടുന്ന് ഒരു ഫാമിലി ഇവിടുന്ന് പോയി നേരെ കൊച്ചിയിലിറങ്ങി നേരെ അവിടുത്തെ സഹകരണ മെഡിക്കൽ കോളേജിൽ പോയി ഇവിടുന്ന് പുറപ്പെട്ട് 7ാമത്തെ മണിക്കൂറിൽ പ്രസവിച്ചിട്ട് നമ്മളെ വിളിച്ച് പറയാണ് പ്രസവിച്ചു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒരുപാട്, നേരത്തെ റഹ്മാൻക പറഞ്ഞ പോലെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് നമുക്ക് മനസ്സിൽ ഇന്നും ചെരിഷ് ചെയ്ത് മറക്കാൻ കഴിയാത്ത. പിന്നീട് ആ ഒരു ചർച്ചയിലാണ് അടുത്ത ഘട്ടം തുടങ്ങുന്നത്. അത് ഈ ഗവൺമെൻറ് ഇത്രേ ഫ്ലൈറ്റ് ഇടുള്ളൂ എന്ന് വന്നപ്പം വൈക്കാണ്ട് നമുക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിലേക്ക് പോയിക്കൂടാ. പിന്നെ അതിൻ്റെ നിരന്തരമായ ചർച്ചകളാണ്. എത്രയോ വട്ടം പ്രൈം മിനിസ്റ്റർ ഓഫീസ് ചർച്ചയ്ക്ക് വന്നു. അതിനുശേഷം അറിയാലോ, ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരം ആരോഗ്യ വകുപ്പിനാണ്. അന്ന് ഹർഷവർദ്ധൻ എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ചില ആളുകൾ നമ്മൾ കേരളക്കാരായിരുന്നു. അവരെയും നമ്മൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആനന്ദ് ബോസ് ആയിരുന്നു PM ഓഫീസിന് ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം മുമ്പ് നമ്മുടെ കേരളത്തിൽ കളക്ടർ, ചീഫ് സെക്രട്ടറി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് CHൻ്റെയും നഹാ സാഹിബിൻ്റെയൊക്കെ കാലഘട്ടത്തിലായതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഇതായിരുന്നു. മലയാളം നന്നായിട്ട്, മലയാളിയാണ് ബേസിക്കലി അദ്ദേഹം. അപ്പം ഇന്ന് പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ സഹായത്തോടു കൂടി ഇത് തുടങ്ങി. നേരത്തെ റഹ്മാൻ ഗവർണറിലെ 38,000 ആളുകൾ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്.
38,000 ആളുകൾ റാസൽ ഖൈമ എന്ന് പറയുന്ന വളരെ ചെറിയ എയർപോർട്ടിൽ ഒരു ദിവസം 8 ഫ്ലൈറ്റുകൾ. അതൊരു മാജിക് ആയിരുന്നു. ആ ഫ്ലൈറ്റ് എങ്ങനെയാണ് പൊന്തുന്നത് താവുന്നത് എന്ന് പോലും മാജിക് ആയിരുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് പുത്തറഹ്മാൻ സാഹിബിനോട് ഒരു ക്ഷമ വഹിക്കാനുണ്ട്. ഞാൻ കുറച്ചു കാലം പുത്തറഹ്മാൻ സാഹിബിനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഇടയ്ക്ക് ആ വിഷയം മുറിയില്ലല്ലേ. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വളരെ ആത്മസുഹൃത്ത് സ്ട്രോക്ക് വന്ന് കോഴിക്കോട് പ്രമുഖ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് സർജറി ഒക്കെ ചെയ്തു. സർജറി ചെയ്ത് ഇതറിഞ്ഞ് പുത്തറഹ്മാൻ സാഹിബ് ഒരു ദിവസം വന്നാൽ ഭയങ്കര ഷോ ആയിരുന്നു. ഇതിനേക്കാളും ചെറുപ്പം ഇപ്പോൾ തന്നെ നല്ല പിക്കൊന്നും അൻവർനാഥ് സാഹിബിന് ദേഷ്യം പിടിക്കും. അൻവർനാഥ് സാഹിബിനേക്കാളും സുമുഖൻ അല്ലേ, ചെറുപ്പം പുത്തറഹ്മാൻ സാഹിബാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നഴ്സുമാർ ഡോക്ടർമാരൊക്കെ ഫയർ ചെയ്തു, ഞാൻ അങ്ങനെ ഇതാക്കുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ സാധാരണ അവിടെ ആ കക്ഷിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലും 5,000, 2,000, 10,000 ഒക്കെ ഈ ബെഡിന് ചോദിക്കുന്നതിന് മിണ്ടൊന്നുമില്ല, അങ്ങനെ ഇരിക്കുക വെച്ച് പോകും. അപ്പോൾ ഞാൻ കരുതി ഈ മനുഷ്യൻ വലിയ പടായൊക്കെ പറഞ്ഞു പോയിട്ട് ഒന്നും കൊടുക്കാതെ പോയല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് പുള്ളി ഒരു അക്ഷരം മിണ്ടാതെ ഹോസ്പിറ്റൽ ഡോക്ടർമാരൊക്കെ ഫയർ ചെയ്ത് പുള്ളി അങ്ങ് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഇതിന് ബില്ല് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ TV ഇബ്രാഹിം MLA എല്ലാവരും ഉണ്ട് സംസാരിച്ച് വരുമ്പോഴാണ് 1,00,000 രൂപ അദ്ദേഹം ആരോട് പറയാതെ ആശുപത്രിയിൽ അടച്ചു പോയിട്ടിട്ട്. ഒരു പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്ന ആളല്ല. ഞാനത് വല്ലാതെ അത്രയും ദിവസം ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിന് ക്ഷമിക്കണം. കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അല്ലല്ല, അത് എന്താ വെച്ചാൽ ഞാൻ അവിടെ വന്നത് വേറൊരു കാര്യത്തിലാണ്. ഞാൻ വന്നത് വഹാബ് ഖാൻ അനിയൻ മുബാറക്കല്ല, ഇവിടെയുള്ള മുനീർ സാഹിബ് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴേ പറഞ്ഞത് നമ്മളെ എഴുത്തുകാരൻ പയ്യൻ ഉണ്ടല്ലോ. ചെന്ന് നോക്കുമ്പോൾ അവർ കുടുംബക്കാർ ഒന്നും തൊട്ടിട്ടില്ല, ഡോക്ടർ അവർ ഈ വാർത്തക്ക് വന്നിട്ടേ ഇല്ല. അപ്പം നമ്മൾ ഫൈസലിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ ഫൈസലിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്താ സംഭവം, നിങ്ങളെ ഡോക്ടർമാരും വന്നില്ലായിരുന്നു. അപ്പം എന്താ പറയുക, ഞാൻ CAനൊപ്പം അങ്ങോട്ട് അയക്കാൻ പറ്റൂല, അവർ കൈകാര്യം ചെയ്യും. അപ്പം ഞാൻ CAനോട് ചോദിച്ചു, എന്താ വിഷയം? ഇല്ല, അത് അഡ്വാൻസ് ആയിട്ട് 1,00,000 റുപ്യ വാങ്ങാൻ തുടങ്ങാൻ പറ്റുള്ളൂ, കാരണം ആരും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരാം, എത്ര ലക്ഷമാണെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം, ഞാൻ ഫൈസൽ ഈ ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. പിന്നെ ഒരു മമ്മൂട്ടി സ്റ്റൈലാണ് കിങ്ങിലെ മുടി കുറച്ചും കൂടി നിങ്ങളുണ്ടായിരുന്നു പറയുന്നത് തോന്നുന്നുണ്ട്. എനിക്കത് ഓർമ്മയുണ്ട്. ഞങ്ങൾ ദൂരത്ത് നോക്കി, കാരണം വലിയൊരു സംഭവമാണല്ലോ. ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് വന്നിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ അന്ന് ഞാൻ സത്യത്തിൽ ഒന്നും കൊടുക്കാതെ പോയില്ല ധരിച്ചത്. പിന്നെ ഹോസ്പിറ്റലിൽ ബില്ല് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആരോടും പറയാതെ ആ 1,00,000 രൂപയാണ് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആളുകൾ ഇപ്പം നിങ്ങളാവട്ടെ, ഇതിപ്പോൾ ഈ നാസറാവട്ടെ, വേപ്പൂരാവട്ടെ, ആരാവട്ടെ ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അദ്ദേഹത്തെ പല സുഹൃത്തുക്കളും ഞങ്ങളോട് പല ഘട്ടങ്ങളിലും അസുഖത്തെ പറ്റുമ്പോൾ ഞങ്ങളൊന്നും നോക്കില്ല. അവരെന്താ ചോദിക്കുന്നത് ഞങ്ങൾ കൊടുക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്ററാണ്. അല്ല, അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ ആത്മഹത്യ മലബാറിലില്ലാത്തതിൻ്റെ വലിയൊരു കാരണം KMCC ആണ്. ഒരു മനസ്സിൽ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കാൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ KMCC ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസമാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലബാറിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ കുറവാണ്, തെക്കൻ ജില്ലയെ അപേക്ഷിച്ച് മൊത്തത്തിൽ ആത്മഹത്യ കുറവാണ്. അതോടൊപ്പം ഇങ്ങനത്തെ ആത്മഹത്യകൾ ഇല്ല എന്ന് തന്നെ പറയാം. അത് എവിടെ ഉണ്ടെങ്കിലും അത് തൊട്ടടുത്തുള്ള രാഷ്ട്രീയം അങ്ങ് ഇലക്ഷനിൽ അപ്പുറത്ത് കൂട്ടിയിരുന്നൊന്നും നോക്കാറില്ല, അവിടെ ഓടിച്ചെന്ന് സഹായിക്കുന്ന ഒരു മനസ്സ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വയനാടിൽ പോലും ഇപ്പോൾ പ്രളയം ഈ നടന്ന ആ പ്രദേശത്ത് മുസ്ലിം ലീഗിന് അതിനുമാത്രം ശക്തിയുള്ള സ്ഥലമൊന്നുമല്ല, ഭൂരിപക്ഷം മുസ്ലിം ലീഗും അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവിടെ സർക്കാരിനെ പോലും മറികടന്നിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾക്ക്, ലീഗിനെ എന്നും വിമർശിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഞങ്ങൾക്ക് ഫണ്ട് ഏൽപ്പിക്കാൻ വിശ്വാസം മുസ്ലിം ലീഗിനെയാണെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ അഭിമാനമാണത്.